FM ലാബിലെ അടുത്ത എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ഹൈഡ്രോളിക് കോഎഫിഷ്യൻറ്റ് ഓഫ് ഓറിഫൈസ്. നമ്മളവിടെ ഓറിഫൈസ് അപ്പാരറ്റസ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന എക്സ്പെരിമെൻ്റ്, രണ്ട് എക്സ്പെരിമെൻ്റ് ഉണ്ട്. ഓറിഫൈസ് മീറ്ററും ഉണ്ട്, ഓറിഫൈസ് അപ്പാരറ്റസും ഉണ്ട്. അപ്പോൾ ഓറിഫൈസ് അപ്പാരറ്റസിൻ്റെ എക്സ്പെരിമെൻ്റ് കാൽക്കുലേഷനാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഓറിഫൈസിൻ്റെ കോഎഫിഷ്യൻറ്റേജ് ഓഫ് ഡിസ്ചാർജ്, കോഎഫിഷ്യൻറ്റ് ഓഫ് വെലോസിറ്റി, കോഎഫിഷ്യൻറ്റ് ഓഫ് കോൺട്രാക്ഷൻ, ഈ മൂന്നെണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനാദ്യമായിട്ട് നമുക്ക് ഒബ്സർവേഷനിലേക്ക് നോക്കാം. രണ്ട് ഒബ്സർവേഷനേ ഉള്ളൂ. ഒന്ന് ഡയമീറ്റർ ഓഫ് ഓറിഫൈസ്, അത് ടി ആണ്, 12 mm. ആ 12 mm ഇവിടെ വെച്ച് തന്നെ കൺവേർട്ട് ചെയ്യുക എത്രയിലേക്ക്, 12 × 10⁻³ മീറ്റേഴ്സിലേക്ക് മാറ്റുക. പിന്നെ അടുത്തത് ഏരിയ ഓഫ് കളക്ടിങ് ടാങ്ക് AT, അത് 0.25 m². അത് ഇനി എപ്പോഴെപ്പോഴും പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. ശേഷം ടാബുലർ കോളം നോക്കുകയാണെങ്കിൽ ടാബുലർ കോളം നോക്കി എന്തൊക്കെയുണ്ട്. ഹെഡ് എബോവ് ദി ഓറിഫൈസ്, നമ്മൾ ആ ഓറിഫൈസ് അപ്പാരറ്റസിൻ്റെ ടാങ്കിനകത്ത് വെള്ളം മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നുണ്ടല്ലോ, അവിടെ നമ്മൾ ബെർണോളിസ് അപ്പാരറ്റസിൻ്റെ പ്രൊസീജിയർ പോലെ വെള്ളം ഒരു ലെവലിൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തണം. അപ്പോൾ ആ നിർത്തുന്ന ഹെഡാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. H എന്ന നൊട്ടേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഹെഡ് എബോവ് ദി ഓറിഫൈസ്. നമ്മൾ അവിടെയും 40 വെക്കാൻ നോക്കിയത്, കാരണം അവിടെ 40 മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് എക്സാമിന് സമയം കാണത്തില്ല. അപ്പോൾ എന്തുവാ ചെയ്യേണ്ടത്, വാൽവ് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. എവിടെയാണോ വെള്ളത്തിൻ്റെ ലെവൽ നിൽക്കുന്നത് അതിനെ ഹെഡായിട്ട് എടുക്കുക. ശേഷം X0, Y0, H1, Y1, ഇത് ഓറിഫൈസ് അപ്പാരറ്റസിൻ്റെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി, ഇവിടുന്ന് ആ വെള്ളത്തിൻ്റെ ഒരു പാത്തുണ്ട് ഇതേപോലെ, ഓറിഫൈസിനകത്ത് നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകുന്നു. അവിടെ നിന്ന് ഈ ഒരു മെഷറിങ് സ്കെയിൽ ഉപയോഗിച്ച് XY ഡയറക്ഷനിലേക്കുള്ള അതിൻ്റെ ഡിസ്റ്റൻസ്, എവിടെ നിന്നുള്ള ഡിസ്റ്റൻസ്, പോയിൻ്റ് ഓഫ് വിന കോൺട്രാക്റ്റ്. പോയിൻ്റ് ഓഫ് വിന കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ ഓറിഫൈസിൽ നോക്കിയേ, ഇത് ഈ കാണുന്നത് ഒരു ഓറിഫൈസിൻ്റെ ക്രോസ് സെക്ഷനാണ് വിചാരിക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡയമീറ്റർ D. ഇപ്പോൾ നമ്മുടെ കേസിൽ 12 mm ഡയമീറ്റർ. അപ്പോൾ പോയിൻ്റ് ഓഫ് വിന കോൺട്രാക്റ്റ് എവിടെ ആയിരിക്കും? വിന കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഈ ഡയമീറ്ററിൻ്റെ പാതി, അതായത് D/2, 12 / 2, 6. അപ്പോൾ ഈ ഓറിഫൈസിൻ്റെ എൻഡിൽ നിന്നും 6 mm മാറിയുള്ള ഈ പോയിൻ്റാണ് വിന കോൺട്രാക്റ്റ്. അപ്പോൾ ആ പോയിന്റിലേക്ക് ഈ കാണുന്ന ഹുക്ക് ഗേജ് ഉണ്ട്. നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്തവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഈ ഹുക്ക് ഗേജ്, ഇതിപ്പം ഓറിഫൈസിന് വെള്ളം ഇങ്ങനെ ചാടിപ്പോകണം അല്ലേ, നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ കാണാൻ നല്ല നീളത്തിൽ നല്ല വെള്ളം ഒഴിപ്പോകുന്നു, അവിടേക്ക് കൊണ്ടുവെക്കുന്നു, ഇങ്ങനെ കൊണ്ടുവെക്കുന്നു. അങ്ങനെ ആകുമ്പോൾ ഈ സ്കെയിലിൽ, അതായത് കൊണ്ടുവെക്കുന്ന പോയിൻ്റ് ഇതാണ്, ഈ പോയിൻ്റ് വിന കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ടുവെക്കുന്നു. അപ്പോൾ ഇവിടുത്തെ X സ്കെയിലിലെ വാല്യൂ എത്രയാണ്, Y സ്കെയിലിലെ വാല്യൂ എത്രയാണ്, ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ഡിസ്റ്റൻസും വെർട്ടിക്കൽ ഡിസ്റ്റൻസും, ഇതാണ് ഈ മെഷർ ചെയ്യുന്നത്. അപ്പോൾ പോയിൻ്റ് ഓഫ് വിന കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഡയമീറ്റർ /2 ആണ്. ആ പോയിന്റിലെ X വാല്യൂ Y വാല്യൂ എഴുതുക. ഇവിടുന്ന് ഈ സ്കെയിലിനകത്ത് നിന്ന്, ഇവിടുന്ന് നമുക്ക് X കിട്ടും, ഈ ഒരു സ്കെയിലിൽ Y കിട്ടും. ഇതിൻ്റെ പേര് ഹുക്ക് ഗേജ് എന്നാണ്. അപ്പോൾ അതാണ് ഈ X0, Y0 എഴുതേണ്ടത്. അതിന് ശേഷം X1, Y1 എന്ന വാല്യൂ അതെന്ത് ചെയ്യുക, അത് ഈ വാട്ടർ പാത്തിൻ്റെ എവിടെ വേണമെങ്കിലും കൊണ്ടുവെക്കാം. ഈ ഹുക്ക് ഗേജിൻ്റെ ടിപ്പ് ഈ വാട്ടർ ചാനൽ നല്ല ശരിക്കും ടെക്നിക്കൽ നെയിം എനിക്കറിയില്ല, ആ വെള്ളത്തിൻ്റെ എവിടെയെങ്കിലും കൊണ്ട് മുട്ടിച്ച് വെക്കുക. ഇവിടെ വേണമെങ്കിൽ ഇവിടെ നിങ്ങളുടെ ഇഷ്ടമാണ്. കഴിവത് ഈ ഒരു ചരിവിൽ കൊണ്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്, കാരണം Y വാല്യൂ ഇച്ചിരി മാറിക്കിട്ടും. ഈ സൈഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഇവിടെ കൊണ്ടുവെക്കാം. അപ്പം ഇവിടുന്നുള്ള X ഡിസ്റ്റൻസ് ഇങ്ങോട്ട് മാറി, ഇതാണ് X ഡിസ്റ്റൻസ്. അപ്പം ഇത് X0, Y0 ആയിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് നീങ്ങുമ്പം ഈ പോയിൻ്റാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് ഏത് കിട്ടി, X. അതായത് ഇങ്ങോട്ട് നീങ്ങിയപ്പോൾ X കിട്ടി. പിന്നെ ഇത് ഇവിടെ ഈ പോയിൻ്റ് താഴോട്ട് വരുന്ന മുകളിലോട്ട് പോകുന്ന വാല്യൂ ആണ് Y വാല്യൂ. അത്
ഇത് വെച്ച് കണ്ടുപിടിക്കുക. എക്സ്പെൻഡ് ചെയ്തവർക്ക് പെട്ടെന്ന് മനസ്സിലായി. ഞാൻ ആദ്യമായിട്ട് കാണുന്നവർക്ക് വെച്ചാൽ ബുദ്ധിമുട്ടാണെങ്കിലും എക്സ്പെൻഡ് ചെയ്തവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലായി കാണും. അപ്പം x0 y0 ഇതിവിടെയാണ്, വിനാ കോൺട്രാക്റ്റിലായിരുന്നു. പിന്നെ ഈ x1 y1 എന്ന വാല്യൂ ഈ ഹുക്ക് ഗേജ് എവിടെ കൊണ്ടുവന്ന് വെച്ചാൽ ഈ ഒരു ചരിവിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് വെച്ച് റീഡിങ് എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം. ആരും ഇന്നത് തന്നെ വേണമെന്നൊന്നുമില്ല, എവിടെ വേണമെങ്കിലും വെച്ചിടാം. അപ്പം അവിടുന്ന് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എക്സ് ഡിസ്റ്റൻസും വൈ ഡിസ്റ്റൻസും കൂടെ മെഷർ ചെയ്യുക. അത് x1 y1 എഴുതുക. ശേഷം ഇത് നമ്മൾ h1 -h2 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യത്തില്ല, നാനോമീറ്റർ ഡിഫറൻസ്. അതുപോലെ തന്നെ എക്സിൻ്റെ ഡിഫറൻസ് എടുക്കുക, വൈയുടെ ഡിഫറൻസ്. അപ്പം ഇത് നമ്മളുടെ ഡിസ്റ്റൻസ് x1 മുതൽ x0 വരെയുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും എക്സ്. y1 മുതലുള്ള y0 വരെയുള്ള ഉയരമായിരിക്കും y. ശേഷം എല്ലായിടത്തും ഉള്ള പോലെ തന്നെ ടൈം ഫോർ 5 സെൻറ്റിമീറ്റർ ഓഫ് റൈസ് ഓഫ് കളക്ടിങ് ടാങ്ക്. അപ്പോൾ ഏതാണ്? t സെക്കൻഡ്സ്. ഇവിടെ നമുക്ക് t ആണ്, t സെക്കൻഡ്സ് ആണ് ഓടി കൊടുത്തിട്ടുണ്ട്, t സെക്കൻഡ്സ്. അപ്പോൾ ബാക്കി യൂണിറ്റ് പറയാൻ പറ്റുമോ? ഇതെല്ലാം സെൻറ്റിമീറ്ററിലാണ്. ഹെഡ് സെൻറ്റിമീറ്ററിലാണ്. ചെയ്തവർക്കറിയാം 40 സെൻറ്റിമീറ്ററാണ് നമ്മൾ പിടിച്ച്, പിന്നെ 35 നോക്കിയായിരുന്നു. പിന്നെ x0 y0 എല്ലാം സെൻറ്റിമീറ്ററിലാണ്. സെൻറ്റിമീറ്ററിലുള്ളതെല്ലാം മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം, ഇൻറ്റു 10⁻² കൺവേർട്ട് ചെയ്യാം. പിന്നെ ഇത് സെക്കൻഡ്സിലാണ്. ശേഷം ഫസ്റ്റ് ബാക്കിയുള്ളതെല്ലാം ആൻസറുകളാണ്. അത് ആൻസർ കിട്ടാൻ വേണ്ടിയുള്ള ഫോർമുല ഫസ്റ്റ് ആക്ച്വൽ ഡിസ്ചാർജ്. ഇനി ഇത് കൂടുതൽ പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. 80 × 5 × 10⁻² ഡിവൈഡ് ബൈ t മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. തിയറട്ടിക്കൽ ഡിസ്ചാർജ് QTH, അത് സ്മോൾ a × √2 GH. ഈ h എവിടെ നിന്ന് കിട്ടി? ഈ h ഏതാണ്? ഈ h ആണ് ടോട്ടൽ ഹെഡ്. എവിടെ കിട്ടി? നമ്മുടെ ടാബുലർ കോളത്തിലെ ഹെഡ് h കണ്ടോ? ഈ h ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. 2 പറയണ്ടല്ലോ, G 9.81. ഏരിയ, ഈ ഏരിയ എവിടെ നിന്ന് കിട്ടി? ഈ ഏരിയ ആണ് ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ഡയമീറ്റർ. അപ്പോൾ നമ്മുടെ ക്രോസ് സെക്ഷൻ ഓറിഫൈസിൻ്റെ ഡയമീറ്റർ പറഞ്ഞാൽ തെറ്റിപ്പോയി. ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ദി ഓറിഫൈസ് എ അതെത്ര നോക്കി? ഇതാണ് ചിലപ്പോൾ 4π/4 × 12 × 10⁻³ അപ്പോൾ കിട്ടുന്ന ആൻസർ എഴുതുക. ഈ കിട്ടുന്ന ആൻസറാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് Q തിയറട്ടിക്കൽ കിട്ടും. അതിൻ്റെ യൂണിറ്റ് എത്രയാണ്? യൂണിറ്റ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. പിന്നെ ആക്ച്വൽ ഡിസ്ചാർജും തിയറട്ടിക്കൽ ഡിസ്ചാർജും രണ്ടും ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം, നമുക്ക് CD കണ്ടുപിടിക്കാം. കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് CD = Q ആക്ച്വൽ ഡിവൈഡ് ബൈ Q തിയറട്ടിക്കൽ. അവിടെ 1/2. ഇതിന് രണ്ടിനെയും കൂടെ ആൻസർ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് CD. അതിന് യൂണിറ്റില്ല. പിന്നെ അടുത്തത് നമുക്ക് പരിചയമില്ലാത്ത പുതിയൊരു സംഭവം, കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി. കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ CV ആണ് നൊട്ടേഷൻ. അതിൻ്റെ ഫോർമുല നോക്കിയാൽ √x²/4yh. ഈ x എവിടെ നിന്ന് കിട്ടി? x നമ്മൾ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യില്ലേ, എവിടെ നിന്ന്? ഇതിൻ്റെ ആൻസർ ഇതാ x. അതുപോലെ 4yh, 4 പോട്ടെ, y. ഈ y എവിടെ നിന്ന് കിട്ടി? ഈ കാണുന്നതാണ് y. ഇതാണ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. വിനാ കോൺട്രാക്റ്റിൽ നിന്നും നമ്മൾ സെറ്റ് ചെയ്ത പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസാണ് y. അപ്പോൾ h എന്താണ്? h എവിടെ ഉണ്ട്? h നമുക്ക് ഓൾറെഡി അറിയാം, ഹെഡാണ്. ടാബുലർ കോളത്തിൽ ഫസ്റ്റുള്ള h, ഈ കാണുന്ന h. അപ്പോൾ നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി കിട്ടും. അത് കഴിഞ്ഞാൽ അഞ്ചാമത് കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ, അത് CC എന്നാണ് ഫോർമുല വരുമ്പം CD ഡിവൈഡ് ബൈ CV. ഏത്? കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ഡിവൈഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി.